വിശുദ്ധ ഖുർആനിലെ ഈ അക്ഷരങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ ചിലർക്കെങ്കിലും പ്രയാസം വന്നേക്കാം, എങ്ങനെയാണ് ഓതേണ്ടത്. ഈ ഒരു ട്രിക്ക് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതൊന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് ഓതാൻ ശ്രമിച്ചാൽ വളരെ മനോഹരമായിട്ട് അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് പാരായണം ചെയ്യാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഫോട്ടോയിൽ കാണുന്ന അക്ഷരം തുടക്കത്തിൽ വരുന്ന ചില സൂറത്തുകളുടെ തുടക്കത്തിൽ വരുന്ന ഈ പദങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആദ്യം കാണിച്ച ആ ഒരു പദം ഒന്ന് നോക്കി, ആ അക്ഷരങ്ങളൊന്ന് നോക്കുക. ആദ്യം അലിഫ്, പിന്നെയുള്ളത് ലാം, മൂന്നാമത്തെ അക്ഷരം മീം. അലിഫിൻ്റെ മുകളിൽ ഒന്നുമില്ല, ലാമിൻ്റെ മുകളിൽ ഒരു മദ്ദുണ്ട്, മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. ആദ്യം മനസ്സിലാക്കുക, ഇത് മുഴുവനും ഇങ്ങനെയുള്ള അക്ഷരങ്ങളിൽ വരുന്ന മദ്ദുകൾ മുഴുവനും മദ് ലാസിമാണ്. 3 അലിഫിൻ്റെ ഹർക്കത്ത് നീട്ടേണ്ട അഥവാ 6 ഹർക്കത്ത് നിർബന്ധമായിട്ടും കുറക്കാതെയും കൂട്ടാതെയും നീട്ടേണ്ട ഒരു മദ്ദാണ് മദ് ലാസിം. നിർബന്ധമായിട്ടും നീട്ടേണ്ട ഒരു മദ്ദാണ്. അപ്പോൾ 6 ഹർക്കത്ത് നീട്ടേണ്ട ഒരു മദ്ദാണ് മദ് ലാസിം. അപ്പോൾ ഈ മദ്ദുകൾ മുഴുവനും എന്ത് ചെയ്യണം? 6 ഹർക്കത്ത് നീട്ടേണ്ടതാണ്. അപ്പോൾ അലിഫ് നീട്ടണ്ട, ലാം നീട്ടണം. അപ്പം ലാം നീട്ടുമ്പോൾ ലാം, മീം നീട്ടുമ്പം മീം. ഒന്ന് നീട്ടി നോക്കി, അലിഫ് ലാം. അവിടെ മീമാണ് അവസാനം വരുന്നത്. ലാം, ലാം പറയുമ്പോൾ ലാം. അപ്പൊ അവസാനത്തെ അക്ഷരം ല കഴിഞ്ഞിട്ട് പിന്നെ ഒരു അലിഫാണ് വരുന്നത്. പിന്നെ ഉള്ളത് മീമിന് സുക്കൂൻ, ലാം. അത് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരിക? ലാം. പിന്നത്തെ അക്ഷരം വരുന്നത് ഇപ്പൊ നമ്മൾ അലിഫ് എന്ന് ഉച്ചരിക്കുമ്പോൾ എങ്ങനെ വരിക? ആ ലീഫ്. ഇതാണ് അലിഫ്, അലിഫ്, അലിഫ്. ലാം, മീ, പിന്നെ യാ എന്നിട്ടാണുള്ള യാ, പിന്നെ മീമിന് സുക്കൂൻ, മീം. അപ്പൊ ലാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ അവസാനം മീം വന്നു, സുക്കൂണിലെ മീം വന്നു. പിന്നെ ശേഷമുള്ളത് ഫത്താക്കപ്പെട്ട മീമാണ്, പിന്നെ കെസറാക്കപ്പെട്ട മീമാണ്, കെസറുള്ള മീമാണ് മീം എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഈ 2 മീമ്, സുക്കൂണിലെ മീമിന്റെ ശേഷം മീം വന്നാൽ നിയമം എന്താണ്? രണ്ടും കൂടി മിക്സ് ആക്കണം എന്നാ, എന്നിട്ട് മണിക്കണം. അപ്പൊ ലാം അവിടെ ഒരു കട്ടി കൊടുക്കണം. ലാം മീം അലിഫ് ലാം മീം. അവിടെ മണിക്കൽ വരണം, നീട്ടലും വരണം. അടുത്ത അക്ഷരം നോക്കി, അടുത്ത പദം നോക്കി, അലിഫ് ലാം മീം സ്വാദ്. ഇവിടെ 3 അക്ഷരത്തിന് എന്തുണ്ട്? മദ്ദുണ്ട്. ആ മദ് വരണം. നേരത്തെ പറഞ്ഞതുപോലെ ലാമിന്റെ വിഷയം അവിടെ മീമിന് വരും. അതുകൊണ്ടാണ് ആ ഷദ് കൊടുക്കുന്നത്. ഖുർആനിൽ എന്തുണ്ടാവില്ല? ഷദ് ഉണ്ടാവില്ല. ഷദ് ഖുർആനിൽ ഉണ്ടാവില്ല. അത് നമ്മൾ കൊടുത്തത് അവിടെ ഉണ്ട് എന്ന് തിരിയണം എന്ന അർത്ഥത്തിൽ കൊടുത്തതാണ്. നമ്മൾ ഓതുമ്പോൾ ചിലപ്പോൾ ഖുർആൻ നോക്കിയാൽ മീം ഷദ് കാണൂല, പക്ഷെ അവിടെ നമ്മൾ ഷദ് കൊടുത്തിട്ടാണ് ഓതേണ്ടത്. അലിഫ് ലാം മീം സ്വാദ്. അലിഫ് ലാം. ഇവിടെ 3 അക്ഷരം നീട്ടേണ്ടതാണ്. ആ മീമിനവിടെ ശബ്ദുണ്ട്, അവിടെ മണിക്കണം, മണിച്ചിട്ട് നീട്ടണം, മണിച്ചതിന് ശേഷം നീട്ടേണ്ടത്. ലാം മീം സ്വാദ്. അവിടെ മീം, അവിടെ ഒരു മീം വന്നു, സുക്കൂണിലെ മീം, ശേഷമുള്ള സ്വാദാണ്. അപ്പൊ അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പൊ ആ മീം വ്യക്തമാക്കിയിട്ടാണ് പറയേണ്ടത്. ലാം എന്നുള്ളിടത്ത് വ്യക്തമാക്കലല്ല, അവിടെ മിക്സ് ചെയ്തിട്ട് മണിച്ചുകൊണ്ടാണ് പറയേണ്ടത്. ലാം മീം സ്വാദ്.
സ്വാദ് എന്നുള്ള എന്താണ് നീട്ടണം, സ്വാദ്. അടുത്ത 3 അക്ഷരമാണ്. ലാമിന് മദ് പേര് നീട്ടാനുണ്ട്. അവിടെ മീമ് വരണം. ലാം അലിഫ് ലാം റോ. സാധാരണ നമ്മൾ അക്ഷരങ്ങളൊക്കെ പറയുമ്പോൾ റോ എന്ന് പറയാം അല്ലെ, റോ റോ. അവിടെ എന്ന് കൊടുക്കണ്ട, ഹ എന്ന് പറയണ്ട, ഹ. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള അക്ഷരങ്ങൾ റോ എന്ന് പറഞ്ഞ സാധാരണ ഒരു നീട്ടൽ നീട്ടിയാൽ മതി. അവിടെ മദ്ദില്ല. അലിഫ് ലാം റോ, അലിഫ് ലാം റോ, റോ നല്ല റോ, അലിഫ് ലാം റോ. അടുത്ത് എത്ര അക്ഷരത്തിന് മദ്ദുണ്ട്? 3 അക്ഷരത്തിന്. കാഫിനുണ്ട്, ഐൻ ഉണ്ട്, സ്വാദ് അല്ലേ? അവിടൊക്കെ നീട്ടേണ്ടതാണ്. ഒന്ന് നീട്ടി നോക്കി. കാഫ്. പിന്നെയുള്ളത് സാധാരണ നീട്ടൽ നീട്ടിയാൽ മതി. ഹ യ. കാരണം അവിടെ മദ്ദിന്റെ ചിഹ്നമില്ല. കാഫ് ഹ യ പറഞ്ഞല്ലോ. ഹ എന്ന് പറഞ്ഞാൽ മതി, യ എന്ന് പറഞ്ഞാൽ മതി. കാഫ് ഹ യ. പിന്നെയുള്ളത് ഐനാണ്. ഐന് നീട്ടൽ എങ്ങനെ? ഐ യ ആണ് നീട്ടേണ്ടത്. ഐന് പറയുമ്പം പിന്നെയുള്ളത് ഐന് അല്ലേ? നൂനാണ്, സുക്കൂനുള്ള നൂനാണ്. സുക്കൂനുള്ള നൂനിന്റെ ശേഷം സ്വാദ് വന്നാൽ ഇഖ്ഫാ ചെയ്യണം. അതാണ് നിയമം. അപ്പൊ ഐൻ എന്ന് പറയുന്നത് ഐൻ സ്വാദ്. ഐന് സ്വാദ് കാഫ് മദ് ലാസിമാണ്. അപ്പോ അവിടെ ഇഖ്ഫാ വരണം. അതും ശ്രദ്ധിക്കുക. കാഫ് ഹ യ, കാഫ് ഹ യ ഐൻ സ്വാദ്. പിന്നുള്ള പോ ആണ്, ഹ ആണ്. എങ്ങനെ പറയാ? തോഹ തോഹ. പിന്നെയുള്ള നൂനാണ് അല്ലേ? നൂന്റെ മുകളിൽ എന്തുണ്ട്? മദ്ദിന്റെ ചിഹ്നമുണ്ട്. മദ് നീട്ടണം. അപ്പൊ നൂൻ എന്ന് പറഞ്ഞ പോലെ നൂൻ. പിന്നെയുള്ളത് തോ ആണ്. തോ എന്നുള്ളത് തോ. സീൻ മീൻ, സീൻ മീം അല്ലേ? സീൻ എന്ന് പറയുമ്പോൾ നൂനുണ്ട്. നൂന്റെ ശേഷം മീം എന്നാൽ മിക്സ് ചെയ്തുകൊണ്ട് ഇത് ആവശ്യം. തോ സീം മീം. സീൻ എന്ന് പറയുന്നത് അവസാനം നൂന് വരുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നൂനും മീമും വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെയുള്ളത് തോ. അപ്പൊ സീൻ എന്നുള്ളത് സീൻ, തോ സീൻ. അൻ സീന് എന്ന് കേൾക്കണം. തോ സീൻ. പിന്നുള്ളത് എപ്പോഴും പോകുന്ന യസീൻ. യാ മതി. സീൻ യാ എന്ന് പറയരുത്. യാസീന്നല്ല, യാസീ. ഒരു ചെറിയൊരു നീട്ടൽ നീട്ടിയാൽ മതി. യാസീൻ. പിന്നെയുള്ള അക്ഷരം സ്വാദാണ്. മുകളിൽ മദ്ദിന്റെ ചിഹ്നമുണ്ട്. സ്വാദ്. പിന്നെയുള്ളത് ഹ ആണ്. ഹ ഹമീം. പിന്നെയുള്ളത് ഹ അല്ലേ? ഇവിടെ പറഞ്ഞു ഹമീം ഹമീം. ഐ നേരത്തെ പറഞ്ഞു ഐന് പറയേണ്ടത്. ഐന് ശേഷം സീന് ഇഖ്ഫാന്റെ അക്ഷരമാണ്. ഈ ഐ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഇഖ്ഫ വരണം. ഐ സീ രണ്ട് സ്ഥലത്ത് ഇഖ്ഫ വരണം. ഐന് സീന് അവിടെ രണ്ട് സ്ഥലത്തും ഇഖ്ഫ വരണം. ഐൻ സീൻ
അടുത്ത ഖാഫാണ്. ഖാഫ്. ഇങ്ങനെ ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആവർത്തിച്ച് വരുന്ന പദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, അതുപോലെ നീട്ടാനുള്ള സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കുക. ഷദ് വരുന്ന സ്ഥലങ്ങളും ശ്രദ്ധിക്കുക. ഷദ് വരുന്ന സ്ഥലങ്ങൾ ഇവിടെ എന്ത് ചെയ്യും, സീ എന്നുള്ളതിനടുത്തോടെ അവിടെ നൂൻ്റെ ശേഷം മീം വരുന്നു, അവിടെ മദ് വരും. പിന്നെ അവിടെ ഷദ് വരും. ഷദ് വരുമ്പോൾ മീമിന് ഷദ് വന്നാൽ മണിക്കണം. സീം മീം. അതുപോലെ തന്നെ അലിഫ് ലാം മീം റോ. ഈ രണ്ട് സ്ഥലത്തും വരും. ഇങ്ങനെ ഏത് വന്നാലും നമുക്ക് ഓതാൻ കിട്ടണം. അക്ഷരങ്ങൾ അതുപോലെ പറയുക. ശേഷം അവസാനത്തെ അക്ഷരത്തിന് ശേഷം നമ്മൾ ഉച്ചരിക്കുമ്പോൾ സീൻ എന്ന് പറയുമ്പോൾ മീം സ്വാദ് എന്നുള്ളിടത്ത് മീം, അവിടെ മീം വരുന്നുണ്ട്. മീമിൻ്റെ നിയമങ്ങൾ നോക്കണം, നൂനിൻ്റെ നിയമങ്ങളൊക്കെ നോക്കണം. ഇങ്ങനെ നൂനിൻ്റെയും പിന്നെ തെൻവീനിൻ്റെയും അതുപോലെ തന്നെ മീമിൻ്റെ നിയമങ്ങൾക്ക് വളരെ വിശദമായിട്ട് മുതിർന്നവർക്കൊക്കെ പഠിക്കാൻ പറ്റിയ നമ്മുടെ ചാനലുണ്ട്, മദ്രസ ഖുർആൻ പഠന സഹായി എന്നുള്ള. അതിൻ്റെ ലിങ്ക് താഴെ വേണമെങ്കിൽ കൊടുക്കാം. ഇത് മദ്രസക്ക് കുട്ടികൾക്ക് ആവശ്യമായ, രക്ഷിതാക്കൾക്ക് ആവശ്യമായ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ രൂപത്തിലുള്ള ക്ലാസ്സുകളൊക്കെ, മദ്രസ സംബന്ധമായ എഴുത്ത്, വായന തുടങ്ങിയ കൂട്ടി വായന, പിന്നെ അറബി മലയാളം എഴുത്ത്, അറബി എഴുത്ത്, ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാനലാണ്. താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ മുതിർന്ന ആളുകൾക്കൊക്കെ വളരെ വിശദമായിട്ട് ഖുർആൻ സംബന്ധമായ ഖത്മ് തീർക്കാൻ പറ്റിയതും ഖത്മുൽ ഖുർആനും തീർക്കുന്നതിൻ്റെ കൂടെ തജ്വീദ് നിയമങ്ങൾ പഠിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഓതാൻ പറ്റിയതായ ക്ലാസ്സുകളൊക്കെ നമ്മുടെ മദ്രസ ഖുർആൻ പഠന സഹായിയിലുണ്ട്. ഒന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക, മദ്രസ ഖുർആൻ പഠന സഹായി എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യാവുന്ന സെർച്ച് ചെയ്യുക. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, മുതിർന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അറിയുന്ന ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ച് ആ ചാനൽ ഒന്ന് കണ്ടുപിടിച്ച് ഒന്ന് സെർച്ച് ചെയ്യുക. പിന്നെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മദ്രസ സംബന്ധമായ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ ക്ലാസ്സുകളാണ്. ഇൻഷാ അല്ലാഹ് ഇതും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അല്ലാഹു തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിലായിട്ട് ഒന്ന് അറിയിച്ചാൽ മതി.